ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത ഒരു വ്ളോഗുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് പോവാണ്. പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ്. അപ്പോൾ ട്രെയിൻ വഴി ബസ്സൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. സോ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ട്രെയിനിന്റെ കാര്യം പറയാം. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിൻ കാണുന്നത്. എല്ലാവരും പറയുന്നത് ദുരന്തോ ട്രെയിനാണ്, വിവേക് എക്സ്പ്രസ്. സോ ആ ട്രെയിൻ കടന്നു പോയപ്പോൾ എടുത്തതാണ്. അപ്പൊ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ട്രെയിൻ നമ്പർ 16343 അമൃത എക്സ്പ്രസ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിനടുത്ത് മധുരൈ വരെയാണ് ഇപ്പൊ പോകുന്നത്. റീസെന്റ് ഇത് രാമേശ്വരത്തോട്ട് നീട്ടിയിട്ടുണ്ട് എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ നമ്മൾ പോകുന്നത് പഴനിയിലോട്ടാണ്. പഴനിയിൽ നിന്നാണ് നമ്മൾ കൊടൈക്കനാലിലോട്ട് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി ട്രിപ്പ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും ഞാൻ അത് വിശ്വസിക്കുന്നു. ഞാനും ഹസ്ബൻഡും മോനും കൂടിയിട്ടാണ് യാത്രയിലുള്ളത്. സോ നമ്മൾ ഏകദേശം ഉടുമൽപേട്ടൊക്കെ കഴിഞ്ഞ് പഴനി എത്താറായിട്ടുണ്ട്. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് വെളുപ്പിന് 2:20 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ ദിവസം തന്നെ 6:40 കൂടിയിട്ട് ഈ ട്രെയിൻ പഴനിയിൽ എത്തുന്നതാണ്. അപ്പോൾ പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലോട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം വെളുപ്പിന് കുറച്ച് നേരം കിടന്നുറങ്ങി പഴനി എത്തിയിട്ടുണ്ട്. അവിടെ പോകുന്ന യാത്രയിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കുറച്ച് നേരം കാണാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊരു പോലീസ് ക്യാമ്പ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വിഷ്വലാണ് ഇപ്പം നേരത്തെ കണ്ടത്. അങ്ങനെ നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുതിരവണ്ടിക്കാർ അതുപോലെ ഓട്ടോ ചേട്ടന്മാർ നമ്മളങ്ങനെ കുറേ വിളിക്കും. അപ്പോൾ കുതിരവണ്ടിക്ക് ചോദിച്ചപ്പോൾ 200 രൂപ. അപ്പം നമ്മളത് എടുത്തില്ല. നമ്മുടെ ലക്ഷ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലോട്ട്. അപ്പോൾ നമ്മളൊരു ഓട്ടോ തന്നെ എടുത്തു. ഓട്ടോ 100 രൂപയാണ് ബസ് സ്റ്റാൻഡിലോട്ട്. പഴനി ബസ് സ്റ്റാൻഡിലോട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഉറക്കമൊന്നും ശരിയാവാത്തത് കൊണ്ട് തന്നെ മൂന്നാൾക്കും നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി. ഒരു 7 മണി ആയപ്പോൾ തന്നെ നമ്മൾ സ്റ്റാൻഡിൽ എത്തിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബസ് ബുക്ക് ചെയ്താലാണ് നമുക്ക് സീറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് അവിടുത്തെ റിസർവേഷൻ കൗണ്ടർ. 10 രൂപ കൊടുത്ത് നമ്മൾ ആദ്യമേ സീറ്റ് ബുക്ക് ചെയ്തിടണം. അപ്പോൾ ഞങ്ങൾ ചെന്നത് കുറച്ച് നേരത്തെ, അതുകൊണ്ട് തന്നെ 7:30 കൗണ്ടർ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. സോ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. സ്റ്റാൻഡിൻ്റെ പുറത്ത് ഹോട്ടൽസ് നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദാ ദൂരെ അങ്ങനെ പഴനിമല കണ്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിട്ടുള്ള ഒരു തിരക്കേടില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ വരി നിന്ന് നമ്മൾ 10 രൂപയുടെ 3 ടോക്കൺ ബുക്ക് ചെയ്താലാണ് നമുക്ക് സീറ്റ് കിട്ടാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അതും വാങ്ങിച്ച് നമ്മൾ ബസ്സിൽ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് കയറി നമ്മൾ പോകുമ്പോൾ ഉള്ള പഴനിമലയുടെ ദൃശ്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ബസ്സിലൊക്കെ കയറി നമ്മുടെ കൊടൈക്കനാൽ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പോകുന്ന വഴിയെല്ലാം തമിഴ്നാട്ടില് ഇങ്ങനെ ഈ പുളിമരവും അതുപോലെ തന്നെ തെങ്ങും തോപ്പും മാവും തോപ്പും ഒരുപാട് കാണാനായിട്ട് പറ്റി. ഞാൻ കുട്ടിക്കാലത്ത് വന്നിട്ടുള്ളതാണ് പഴനിയിലോട്ട് തൊഴാനായിട്ട്. അത് കഴിഞ്ഞ് മോന് ഒരു വഴിപാടിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും ആദ്യമായിട്ടാണ് കൊടൈക്കനാലിലോട്ട് പോകുന്നത്. മോനും പോയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. സോ നമ്മളും ആദ്യമായിട്ടാണ് ഉണ്ണിക്കുട്ടൻ്റെ പോലെ തന്നെ ത്രില്ലടിച്ചിട്ടാണ് പോകുന്നത് കൊടൈക്കനാലിലോട്ട്. അതും ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു യാത്രയും കൂടിയാണ്. അപ്പോൾ സോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ക്ഷീണവും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളും നല്ലൊരു ഹാപ്പി മൂഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബസ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബസ്സായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ടത്തെ ഒരു തമിഴ്നാട് ബസ്സിന്റെ ഒരു ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പല വീഡിയോസിലും അങ്ങനെ കണ്ടിരുന്നു, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ 14 ഹെയർ പിൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിലോട്ട് എത്താൻ. സോ ഫസ്റ്റ് ഹെയർ പിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണാം നിറയെ തെങ്ങുംതോപ്പും മാന്തോപ്പും ഒക്കെയാണ് അടിവാരത്ത് കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഹെയർ പിൻ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ 2-3 ഹെയർ പിൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ബാക്കും ഒക്കെ കൊടുക്കേണ്ടി വന്നു. അതിൽ ഡ്രൈവേഴ്സിനെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, എന്നാലല്ലേ ഇങ്ങനെയൊക്കെ ഹെയർ പിന്നൊക്കെ വളയുമ്പോൾ നമ്മളെ നെഞ്ചിൽ നിന്നും ചെവി നടുന്നിടത്തൊക്കെ കിളി പറന്നു പോകും. താഴോട്ട് നോക്കുമ്പോഴേ പേടിയാവും. അങ്ങനെയുള്ള ഒരു യാത്രയും കൂടെ ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഒരു 3-3.5 മണിക്കൂർ എടുക്കും നമ്മൾ ഈ ബസ്സിൽ കൊടൈക്കനാലിലോട്ട് എത്താനായിട്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി ചായയും സ്നാക്സൊക്കെ കഴിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. ഇതാണ് നമ്മൾ വന്ന ബസ്. അടിപൊളി ലുക്കല്ലേ, നല്ല വണ്ടിയാണ്, നല്ല കംഫർട്ടബിൾ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ തലേദിവസം ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി. പിന്നെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് മുകളിലോട്ട് എത്തിയപ്പോൾ തന്നെ നമുക്ക് ചെറുതായി കോടമഞ്ഞൊക്കെ ഇങ്ങനെ കയറി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചുള്ളൊരു ബസ് ജേർണിയാണ്. അങ്ങനെ 14 ഹെയർ പിൻ വളവുകളും താണ്ടി നമ്മൾ ഹിൽ സ്റ്റേഷൻ, ദ പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ സിറ്റിയിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു യാത്ര കൂടി ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പറ്റുന്ന വിഷ്വൽസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് പല പല സ്പോട്ടുകളുടെ ബോർഡുകൾ അവിടെ കാണാമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് നേരം ഉറക്കവും ഇതൊക്കെ കഴിഞ്ഞൊരു ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറി തുടങ്ങി. പിന്നെ എക്സൈറ്റഡും ത്രിൽഡൊക്കെ ആയി. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസം തോന്നി. ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലം കൂടെയാണല്ലോ. പിന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഊട്ടിയൊക്കെ പോലെ തന്നെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ക്ലൈമറ്റ് ആണല്ലോ മെയിൻ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ കോട നിറഞ്ഞു. ഞങ്ങൾ വന്ന ദിവസം തന്നെ ഭയങ്കര കോടയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി ഇറങ്ങുമ്പോൾ തന്നെ കുറേ ചേട്ടന്മാർ വരും ടൂർ പാക്കേജും കൊണ്ട്. അപ്പോൾ അതും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, നമുക്കൊരു പാക്കേജ് എടുക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു പാക്കേജ് ചൂസ് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മളെ ഹോട്ടലിലോട്ട് അവർ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അത് ഫ്രീ ഡ്രോപ്പും ഫ്രീ പിക്കപ്പും ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള കാറിൽ കയറി ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. 7 റോഡ്സ് റിസോർട്ട്സ് എന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു ഡീൽ എനിക്ക് കിട്ടിയിരുന്നു, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ 2500 ആ ഒരു റേറ്റിലാണ് 2 days 2 nights ആൻഡ് 2 days ഞങ്ങൾക്ക് റൂം കിട്ടിയത്. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച റൂം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിങ് സൈസ് ബെഡ് ആയിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ പണ്ടത്തെ സിനിമകളിലും ഇതിലൊക്കെ കാണില്ലേ, നെരിപ്പോട് കത്തിക്കുന്ന ഒരു ഇത്, അവിടെ കത്തിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പഴയ ബിൽഡിംഗ് അവർ റിനോവേറ്റ് ചെയ്ത് റൂം ആക്കിയിരിക്കാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഫോട്ടോ കണ്ട് ബുക്ക് ചെയ്തല്ലേ, സോ എങ്ങനെ ഇരിക്കും എന്ന് അറിയണ്ടായിരുന്നില്ല. നല്ല റൂമായിരുന്നു. നമുക്ക് പുറത്ത് നല്ല വ്യൂ ഒക്കെ ഉള്ള റൂമായിരുന്നു. പിന്നെ ബാത്റൂമൊക്കെ അടിപൊളിയായിരുന്നു. 24 hours ഹോട്ട് വാട്ടർ നമുക്ക് കിട്ടിയിരുന്നു. എന്ത് വേണമെങ്കിലും അവർ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇൻക്ലൂഡഡ് അല്ലായിരുന്നു കേട്ടോ, റൂം ഓൺലി ആയിരുന്നു. പിന്നെ ഇതായിരുന്നു ബാത്റൂം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം ആയിരുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ റൂം വിശേഷങ്ങൾ. റൂമിൽ ചെന്ന് നമ്മളൊക്കെ ഫ്രഷായി ഫുഡ് കഴിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങി. ഞങ്ങൾ 3 ആളും നടന്ന് അവിടെ അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു ഷോപ്പിലാണ് ആദ്യം പോയത്, പേസ്ട്രി കോർണർ. ഇവിടെ നല്ല കേക്ക്സും അതുപോലെ തന്നെ ക്രീം ബണ്ണും കോഫിയും ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പോട്ടായിരുന്നു. അങ്ങോട്ട് പോയി ഒരു കോഫി പേസ്ട്രിയും അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റും കോഫിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു പീസും മോന് വേണ്ടിയിട്ട്. എല്ലാം അടിപൊളിയായിരുന്നു. അത്യാവശ്യം
നല്ലതായിരുന്നു, പക്ഷെ ഓവർ ഹൈപ്പിനുള്ളത് ഇല്ല, പക്ഷെ തരക്കേടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പേസ്ട്രിയും കാപ്പിയും ഒക്കെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് നേരെ നടന്നപ്പോൾ നോക്കൂ എന്ത് ഭംഗിയായിരുന്നു അറിയോ. കോട വന്നിട്ട് ഇങ്ങനെ നമ്മൾ കാണാൻ പറ്റാത്തൊരു വിധത്തിലാക്കി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വന്ന സമയത്ത് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ റൂം എടുത്തതിൽ നിന്നും കുറച്ചേ നമുക്ക് നടക്കാനുള്ളൂ ലേക്കിലോട്ടും, ബ്രയൻ പാർക്ക്, അതുപോലെ കൊക്കേഴ്സ് വാക്ക്, അങ്ങനെയുള്ള 3 സ്പോട്ട് നമുക്ക് അടുത്തായിരുന്നു. സോ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. പിന്നെ പോകുമ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു ചേർച്ചാണിത്, പഴയൊരു ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള ഒരു ചേർച്ചായിരുന്നു. ഇവിടെ കയറിയില്ല, നമ്മൾ നാളെ പോകുന്ന കുറേ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. പാക്കേജ് ചൂസ് ചെയ്തിട്ട് നമ്മളെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് അവർ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ നടക്കുന്നത് ലേക്ക് സൈഡിലോട്ടാണ്. അപ്പോൾ ലേക്ക് സൈഡിലോട്ട് നടക്കുമ്പോൾ തന്നെ കുറേ ഫ്രൂട്ട്സ് അവിടെ ഇങ്ങനെ അവിടുത്തെ തന്നെ ഉണ്ടാവുന്ന ലോക്കൽ ഫ്രൂട്ട്സ് ആണ്. അവക്കാഡോ ഉണ്ടായിരുന്നു, സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ സീതപ്പഴം, അങ്ങനെ കുറേ അധികം, ഡ്രാഗൺ ഫ്രൂട്ട്, കുറേ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ്. അതൊക്കെ കണ്ട് കുറേ ലോക്കൽ ഷോപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും നമ്മളിങ്ങനെ കണ്ട് അവസാനം ഒരു ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ലോ, നമ്മൾ ആകെ കഴിച്ചത് ആ ഒരു പേസ്ട്രി മാത്രമാണ്. അപ്പോൾ ഒരു ലോക്കൽ ഷോപ്പിൽ കയറി അവിടെ നിന്ന് നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ആണ് നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ച്. ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ ഫുഡ് മെയിൻ ആയിട്ട് നമ്മളൊന്ന് നോക്കിയിരുന്നു. അതായത് അവിടെ എല്ലാം ഭയങ്കര റേറ്റ് ആണെന്ന് അറിയാലോ. സോ നമ്മൾ ലോക്കൽ ഫുഡ് സ്പോട്ടിൽ നിന്നാണ് ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മൾ ലേക്ക് സൈഡിലെത്തി ഇപ്പോഴും കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ബോട്ടിംഗ് ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ബോട്ടിംഗ് ചൂസ് ചെയ്തില്ല. പക്ഷെ സൈക്കിൾ ചൂസ് ചെയ്തു, സൈക്കിൾ റൈഡ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു ഡബിൾ സീറ്റുള്ള സൈക്കിളാണ് ചൂസ് ചെയ്ത്. 30 മിനിറ്റിന് 150 രൂപയാണ് ചാർജ്. അങ്ങനെ ഒരു സൈക്കിൾ ചൂസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചവിട്ടി. ഇതാ അപ്പുവേട്ടനും ഉണ്ണിക്കുട്ടനൊക്കെ സൈക്കിള് ലേക്കിനെ റൗണ്ട് അടിക്കാൻ പോയിട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന ആ ചേച്ചീനൊക്കെ ചാട്ട് ഇങ്ങനെ നമ്മൾ പുഴുങ്ങിയ കപ്പലണ്ടിയൊക്കെ കൊടുക്കുന്ന, സാലഡ് കൊടുക്കുന്ന ചേച്ചീനെ കുറേ നേരം ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നു. അത് ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി, എന്നെ കാണാൻ നല്ലതായിരിക്കോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. പിന്നെ ലേക്കിൽ ഇതേപോലെ കുറേ ബോട്ടുകൾ, പെഡൽ ബോട്ട് ഉണ്ട്, കയാക്കിങ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. നമ്മൾ ആ ഭാഗത്തോട്ട് പോയില്ല, ലേക്ക് ഊട്ടി പോയതുകൊണ്ടാണ്. പിന്നെ മോന് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ബോട്ടിങ് എക്സ്പീരിയൻസ് ചെയ്തില്ല. സൈക്ലിംഗ് നന്നായിരുന്നു, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചവിട്ടി. ആ പൈസ മുതലാക്കി 150 രൂപയാണ് 30 മിനിറ്റിന്. പിന്നെ നമ്മൾ കുറച്ചു നേരം അതിങ്ങനെ റൗണ്ട് അടിച്ച് നടന്നു. കുറേ സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ടായിരുന്നു. ഇത് ടിബറ്റൻ മാർക്കറ്റാണ്. കുറേ ജാക്കറ്റ്സും അതുപോലെ തന്നെ നമുക്ക് പിന്നെ പ്രതിരോധിക്കാനുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ കുറേ സുവനീർ ഷോപ്പുകളുണ്ട്, ചോക്ലേറ്റ്, കളിപ്പാട്ടങ്ങൾ എല്ലാം ഉണ്ട്. ഊട്ടി പോയപ്പോൾ അതേ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സുവനീർ ഷോപ്പിൽ നിന്ന് 2-3 ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിൽ വന്ന് റൂമിന്റെ ഏരിയാസ് ഒക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. നല്ല ഗാർഡൻ ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. കുട്ടികൾ കളിക്കാനുള്ള ചെറിയ 2-3 ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗാർഡൻ നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ റൂം. പിന്നെ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ രാത്രി വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഹോട്ടലിന്റെ. ഇങ്ങനെ നമുക്ക് ഇരുന്നൊക്കെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ്. ഇതാണ് ഡേ 2. ഡേ 2 നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ടൂർ ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനി വാൻ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 പേർക്ക് 1200 രൂപയാണ് ആയത്. പാക്കേജ് ഒരാൾക്ക് 400 രൂപ. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്പോട്ടാണ് കോക്കേഴ്സ് വാക്കിലോട്ടാണ് നമ്മൾ ആദ്യം പോയത്. അവിടെ ഇങ്ങനെ കുറേ നടന്ന് കാണാനുള്ള കുറേ കാഴ്ചകൾ എന്ന് പറയാനായിട്ട് അധികമൊന്നുമില്ല. വ്യൂ പോയിന്റ് ആണ് മെയിൻ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ അടിപൊളി വ്യൂ ഉണ്ട്. പക്ഷെ കോട കയറിയതുകൊണ്ട് ആ വ്യൂ കാണാൻ പറ്റില്ല. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ അവരൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോസ് പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് ഒക്കെ ഈ കോക്കേഴ്സ് വാക്കിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കോടമഞ്ഞ് ഒരു രക്ഷയില്ലാണ്ട് അടിച്ചു കയറി വരും, പിന്നെ കുറേ കഴിയുമ്പോൾ പോവും. അങ്ങനെയായിരുന്നു. അങ്ങനെ കോക്കേഴ്സ് വാക്കിൽ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നേരം കണ്ട് എൻജോയ് ചെയ്ത് പുറത്തെത്തി. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ സ്പോട്ട് നമ്മുടെ പാക്കേജിൽ കേട്ടോ. പാക്കേജിൽ ഡ്രൈവർ പറഞ്ഞിരുന്നു നിങ്ങൾ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ മതി, പുള്ളി അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്യുന്നു.
ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ കഴിച്ചു. ഈ കടയിൽ നിന്നാണ് കഴിച്ചത്. അടിപൊളി ഇഡലി ആയിരുന്നു. ഇഡലിയും ചായയും. ഇങ്ങനെ തണുപ്പത്ത് ചായ കുടിക്കുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ മോനെ ഒന്നും പറയാനില്ല, അടിപൊളി ഫീൽ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ പ്ലസന്റ് വെതർ. അവിടെ ബാക്കിലൊക്കെ കാണുന്ന കോടയാണ് കേട്ടോ. ഭയങ്കര ഇങ്ങനെ കോട വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടായിരുന്നു അത്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്തൊക്കെ കേട്ടോ. പിന്നെ മോൻ്റെ കുറച്ച് വികൃതികളും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൻ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു ഈ ട്രിപ്പിൽ. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവർ വന്ന് പിക്ക് ചെയ്തു. പിന്നെ നമ്മൾ സെക്കൻഡ് ഒരു സ്പോട്ടിലോട്ടാണ് കൊണ്ടുപോയത്. ഒരു ചേർച്ചാണത്. ഈ ചേർച്ചിന്റെ പേരാണ് ലാസ്ലേത്ത് ചേർച്ച്. ഇത് 1858 ഒരു ഫ്രഞ്ച് മാതൃകയിൽ നിർമ്മിച്ച ഒരു ചേർച്ചാണ്. ഭയങ്കര പഴക്കം ചെന്ന ഒരു ചേർച്ചാണ്. ഒന്ന് ഫ്രാൻസിലും പിന്നെ ഒന്നുള്ളത് ഇന്ത്യയിൽ ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭയങ്കര പുരാതനമായിട്ടുള്ള ഒരു കത്തോലിക്ക സഭ നിർമ്മിച്ച ഒരു ചേർച്ചും കൂടിയാണിത്. അപ്പോൾ കൊടൈക്കനാലിലെ ഒരു ആകർഷകമായൊരു സ്പോട്ടും കൂടിയാണിത്. ഇത് കുറേ പേര് കാണാൻ വരുന്നതാണ്. ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഒരു 20 മിനിറ്റ്സ് ആണ് ഇവിടെ അവർ ചെലവഴിക്കാൻ തന്നത്. അവിടെയും ഇതേപോലെ കോട കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ മഴ ഇങ്ങോട്ട് പെയ്തു. ആ മഴ ആ ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അമ്മാതിരി മഴയാണ് പെയ്തത്. ആ ഒരു ദിവസമാണ് നമ്മൾ ബുക്ക് ചെയ്ത ഈ ടൂർ പാക്കേജിന്റെ ദിവസമായിരുന്നു മഴ. പക്ഷെ അതൊരു വേറൊരു വെറൈറ്റി ഫീൽ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു മഴ നനഞ്ഞ് കോടമഞ്ഞും കൊണ്ടുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഇതും എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി പറഞ്ഞതാണ് ലിറിൽ വാട്ടർഫോൾസ് എന്നാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറിൽ സോപ്പ് ഉണ്ടായിരുന്നില്ലേ, അതിന്റെ ഒരു പരസ്യം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ മഴ ആയതുകൊണ്ട് ഞങ്ങളെ വണ്ടിയിൽ ഇരുന്ന് കാണിച്ചിട്ടാണ് കൊണ്ടുപോയത്. സോ തേർഡ് സ്പോട്ട് അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഗ്രീൻ വാല്യൂ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ ഉണ്ട്. പുള്ളി പറഞ്ഞത്, നമ്മുടെ ഗൈഡ് പറഞ്ഞത്, ഇത് ഒരു സൂയിസൈഡ് പോയിന്റ് ഫേക്ക് ആയിട്ട് നിർമ്മിച്ച ഒരു സ്പോട്ടാണെന്നാണ്. പോകുമ്പോൾ തന്നെ ഉള്ളില് കുറേ കടകളാണ്. അപ്പൊ ആള് പറഞ്ഞത് ഇവിടെ കടകളെയൊക്കെ പുനരധിവസിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് അത്ര ഇത്. അതിന് വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുണ്ടായ ഒരു ഓൾഡ് സൂയിസൈഡ് സ്പോട്ട് എന്നൊക്കെയാണ് ഗൈഡ് പറഞ്ഞത്. ഉള്ളിലോട്ട് കയറിപ്പോയതിന് ഒരുപാട് ഷോപ്പുകളാണുള്ളത്. ഡ്രസ്സ്, സുവനീഴ്സ്, ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഷോപ്പിങ്ങിനെ പറ്റി പറയാറുണ്ടെങ്കിൽ നമ്മൾ ഒന്നും തന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സുവനീഴ്സ് വാങ്ങിച്ചു, അതല്ലാണ്ട് വേറെ ഒന്നും അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് ഈ ഒരു കടകളൊക്കെ താണ്ടി ഇങ്ങനെ ഒരു ഗ്രില്ലിട്ട ഒരു ഏരിയയിലോട്ട് വരും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊക്ക പോലെയാണ്. അവിടെയും കോട മൂടിയതുകൊണ്ട് വലിയ വ്യൂ ഒന്നും കിട്ടിയില്ലായിരുന്നു. സോ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. നമ്മുടെ യാത്ര ഇത് സാറ്റർഡേ ആണ് കേട്ടോ. നമ്മൾ ഈ പാക്കേജ് ചൂസ് ചെയ്തത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഓരോ സ്പോട്ടിലും. അപ്പൊ മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെളിവിളിയൊക്കെ ആയിരുന്നു. പിന്നെ മഴ അങ്ങനെ കൂടി വരുമായിരുന്നു കേട്ടോ. മഴയത്ത് ഇങ്ങനെ തണുപ്പത്ത് യാത്ര ചെയ്യാൻ നല്ല രസമാണ്. നല്ല ഒരു വെറൈറ്റി വൈബ് കിട്ടി ഞങ്ങൾക്ക്. പിന്നെ അടുത്ത് നമ്മുടെ സ്പോട്ട് വന്നിട്ട് നമ്മൾ ഫോറസ്റ്റിലോട്ട് എൻട്രി ചെയ്യാണ്. അപ്പോൾ ആള് പറഞ്ഞു 175 വെച്ചിട്ട് 3 ആൾക്കും നമ്മൾ പാസ് എടുക്കണം എന്നുള്ളത്. ഇവരുടെ കൂടെ പോകുമ്പോൾ നമുക്ക് ഇത്രയും എമൗണ്ട് അടച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് പോകുമ്പോൾ 200 രൂപയൊക്കെ അവർ വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് 175 വെച്ചിട്ട് 3 ആൾക്കും ആദ്യം നമ്മൾ ഫോറസ്റ്റ് എൻട്രിയിലോട്ടുള്ള പാസ് എടുക്കണം. എന്നാലാണ് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ. സോ നമ്മൾ അങ്ങോട്ടാണ് പോയത്. ഈ ഒരു റൂട്ടിലാണ് നമ്മുടെ ബാക്കി എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും കിടക്കുന്നത്. സോ ആദ്യത്തെ സ്പോട്ട് വന്നിട്ട് നമ്മൾ പോയത് ഗുണ കേവിലോട്ടായിരുന്നു. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഗുണ കേവ് കാണാമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവിടെ പോകുമ്പോൾ നിങ്ങളുടെ ഓരോ വെഹിക്കിളിനും അഡൽറ്റിനുള്ള ടിക്കറ്റ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നമുക്ക് അധികം ആ റേറ്റ് കാണാനായിട്ട് പറ്റിയില്ല. ഓരോ വണ്ടിക്കും ഓരോ ടിക്കറ്റാണ്. അതുപോലെ അഡൽറ്റിനും ചിൽഡ്രനും വേറെ വേറെ ടിക്കറ്റാണ്. ഈ വണ്ടിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ വൈൽഡ് ലൈഫിന്റെ സ്റ്റിക്കറുകളുണ്ട് ഇവർക്ക്. അങ്ങനെ ടൂർ ഗൈഡ്സിനൊക്കെ ഈ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഡിസ്കൗണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത് ഗൈഡ് പറഞ്ഞത്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പില്ലർ റോക്സ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടാണ്. ഗുണ കേവ് അല്ലായിരുന്നു. അപ്പോൾ ഫോറസ്റ്റിൽ കയറിയിട്ടുള്ള ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന പില്ലർ റോക്സ് ആണ്.
പില്ലർ റോക്സിൽ ഇറങ്ങാനായിട്ട് നമ്മുടെ അടുത്ത് അംബ്രല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കോട്ട് വാങ്ങിച്ചു. 100 രൂപയുടെ 3 കോട്ട് വാങ്ങിച്ചു. പക്ഷെ ഭയങ്കര കത്തിയായിരുന്നു. നമ്മുടെ നാട്ടിലാണ് നല്ലത്. ഇത് തൊടുമ്പോഴേക്കും എൻ്റെ ഒരു ബട്ടൺസ് ഒക്കെ അതിന് ഇളകിപ്പോയി. സോ നമ്മൾ എന്തായാലും തൽക്കാലത്തേക്ക് എല്ലാം കാണണല്ലോ. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ കോട്ടൊക്കെ വാങ്ങിച്ച് മഴയത്തിറങ്ങി ആ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ കണ്ട് നല്ല വൈബടിച്ച് നിന്നു കുറേ നേരം മഴയത്ത്. അത് വേറൊരു വൈബാണ്. പ്ലസന്റ് ആയിട്ടുള്ള വെതറിലാണ് നമുക്ക് എല്ലാ കാഴ്ചകളും ആസ്വദിച്ച് കാണാൻ പറ്റുള്ളൂ. സോ മഴയത്ത് നമ്മൾ പില്ലർ റോക്സ് ഒക്കെ കണ്ട് അവിടെ നിന്ന് ചില്ല് ചെയ്ത് പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് ചെയ്തത്. അതിന് മുന്നേ ലഞ്ച് ഇവിടെ നിന്ന് കഴിച്ചു. അടിപൊളി ഫ്രൈഡ് റൈസ് ഒക്കെ കൂട്ടി നല്ലൊരു ലഞ്ചായിരുന്നു കഴിച്ചത്. മഴയത്ത് തണുപ്പത്തൊക്കെ കഴിക്കാൻ അടിപൊളി ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പില്ലർ റോക്സിൽ നിന്ന് നേരെ പോയത് ഗുണ കേവിലോട്ടാണ്. ഗുണ കേവിലോട്ട് പിന്നെ പോയപ്പോൾ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ചയാണല്ലോ ഒന്നാമത്തത്. പിന്നെ നമ്മൾ ഏകദേശം ഒരു തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയൊരു വൈബായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ആൾക്കാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ്, മഴയൊക്കെ പോയി, ഫുള്ള് മഞ്ഞ്, കോടമഞ്ഞ്. പിന്നെ അതിനിടയിൽ എൻ്റെ ഫോൺ ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് കുറച്ച് വിഷ്വൽസ് എനിക്ക് ഗുണാക്കേണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര നഷ്ടമായിപ്പോയി. കുറേ ഒന്നും എടുക്കാൻ ഞാൻ വിചാരിച്ചിരുന്ന സ്പോട്ടായിരുന്നു. അപ്പോഴേക്കും ഫോൺ ഓഫായി. പിന്നെ ഇങ്ങനെ നോക്കി എന്തോരം ആൾക്കാരാണ്. അതുപോലെ ഓളിയും ബഹളവും സുഭാഷേ എന്നുള്ള വിളിയും. അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ ഗുണാക്കേവൊക്കെ കണ്ട് വീണ്ടും വണ്ടി കയറി. അപ്പൊ കാണിച്ചതായിരുന്നു കേട്ടോ അവരുടെ ഒരു പാക്കേജിന്റെ ഒരു സൈറ്റ് സീയിങ് ഡീറ്റെയിൽസ്. അങ്ങനെ ഗുണാക്കേവിന് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. പൈൻ ഫോറസ്റ്റിൽ പുള്ളി പറഞ്ഞത് കുറെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പ്രേമം, അങ്ങനെയുള്ള 2-3 സിനിമകളുടെ പേരൊക്കെ പറഞ്ഞു. പൈൻ ഫോറസ്റ്റിൽ ഇതേപോലെ കുറേ പൈൻ മരങ്ങളുടെ ഇടയിലും കുറേ ആൾക്കാർ, നല്ല തിരക്കുമായിരുന്നു. പൈൻ ഫോറസ്റ്റിൽ നമ്മൾ അധികം നേരം നിന്നില്ല. ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് പോയിന്റ്, മൊയർ പോയിന്റ്. കൊടൈക്കനാലിൽ നിന്നും 10 കിലോമീറ്റർ ആണ് ഈ മൊയർ പോയിന്റിലേക്കുള്ള ദൂരം. സർ തോമസ് മൊയറിന്റെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ച ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി താഴ്വാരങ്ങളുടെ വ്യൂവും അതുപോലെ തന്നെ പഴനി വ്യൂവും, ഒരു ബെരിജം തടാകം എന്ന് പറഞ്ഞിട്ടൊരു തടാകം, അതിന്റെ വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കാണാമായിരുന്നു. അത്യാവശ്യം നമ്മൾ ചെന്നപ്പോൾ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റി. ചെറിയൊരു വെള്ളച്ചാട്ടം അവിടുത്തെ ഒരു മലയിൽ നിന്ന് ഇങ്ങനെ നൂലുപോലെ ഒഴുകുന്നതൊക്കെ കാണാനായിട്ട് പറ്റി. കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വ്യൂ പോവുകയും ചെയ്തു. നല്ല അടിപൊളി ഫോട്ടോ സ്പോട്ട് കൂടിയുള്ള ഒരു സ്പോട്ടായിരുന്നു കേട്ടോ. ഇതാണ് പുള്ളിയുടെ സ്മരണയ്ക്കായിട്ട് ഇവിടെ ഒരു സ്റ്റോൺ ആയിട്ടുള്ളൊരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ സർ തോമസ് മൊയറിന്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും ആ ഒരു സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോ വീഡിയോ ആയിട്ടുള്ള ഒരു സീനിക് സ്പോട്ടും കൂടി ആയിരുന്നു കേട്ടോ മൊയർ പോയിന്റ്. നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു, ഇങ്ങനെ കണ്ടില്ലേ, കുറെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ടവറിന്റെ മുകളിൽ കയറിയപ്പോൾ നമുക്ക് ആ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും കോട വന്ന് നിറഞ്ഞു. ദെൻ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂമിലെത്തിയപ്പോൾ ഒരു കാഴ്ചയാണ് മക്കളെ. ഈ ഒരു കാഴ്ച, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട്, എന്തൊക്കെയോ തട്ടിമറിച്ചിടണം, എന്തൊക്കെയോ കുറെ നേരമായി കേൾക്കുന്നു. ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ട് സാക്ഷാൽ കാട്ടുപോത്ത് നിന്ന് ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പുള്ളി ഫുഡ് കഴിക്കുക. അയ്യോ, ഞങ്ങളാകെ പേടിയും അത്ഭുതവും ഒക്കെ കൊണ്ട് ഇങ്ങനെ അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നെല്ലിയാമ്പതിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു കാട്ടുപോത്തിന് ഇത്രയും ദൂരത്ത് നിന്നിട്ട് ഇത്രയും അടുത്ത് നിന്നിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇവിടേക്കൊക്കെ കാട്ടുപോത്ത് വരുന്നത്? പിന്നെ എൻ്റെ ഓവർ തിങ്ക് മൈൻഡ്, ദൈവമേ പുലി വരുമോ ആന വരുമോ എന്നൊക്കെ ഉള്ളതായി. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കാട്ടുപോത്ത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിപ്പോയി. കുറെ നേരം ഞങ്ങൾ വീഡിയോ ഇട്ടു. പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഒന്ന് ഉള്ളിൽ കയറിപ്പോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഓടിച്ചിട്ടു. ഞങ്ങൾ ഓടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ കയറി പോകാൻ പറഞ്ഞു. അങ്ങനെ അതിനെ ഓടിച്ചിട്ട് പോവാം. നല്ല അടിപൊളി കാട്ടുപോത്താണ്, ഭയങ്കര സൈസായിരുന്നു. ഇതൊരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതിനെ ഓടിച്ചു വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ റിസോർട്ടിന്റെ ഭാഗത്തുനിന്ന്. അത് പിന്നെ റോട്ടിലോട്ട് പോയി. അങ്ങനെ കാട്ടുപോത്തിനെ കാണുന്ന സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. കുറേ നേരം റൂമിൽ റെസ്റ്റ് ചെയ്തിട്ട് നൈറ്റ് ആയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ചൂടുവെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടി കുപ്പിയൊക്കെ അവിടുത്തെ ആ പയ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ നടക്കാനിറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവിടെ ഫേമസ് ഒരു സ്പോട്ടുണ്ട്, ഇമ്രാൻ ബിരിയാണി. കുറേ വ്ളോഗ്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഫുഡ് വ്ളോഗേഴ്സിൻ്റെ കയ്യിലും. കൊടൈക്കനാലിൽ നല്ലൊരു ബിരിയാണി സ്പോട്ടാണ് ഇമ്രാൻ ബിരിയാണിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത് ബിരിയാണി കഴിക്കാനായിട്ട്, അതും എനിക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ അങ്ങനെ ബിരിയാണി കഴിക്കാൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറേ കുതിരകളൊക്കെ കണ്ടു. അടിപൊളിയായിട്ട് നല്ല ക്ലൈമറ്റും ആയിരുന്നു. മഴ പിന്നെ പോയിട്ടോ, ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ മഴയും പോയി. അങ്ങനെ നമ്മൾ ഇമ്രാൻ ബിരിയാണി കടയിൽ എത്തി. ഇവർ രണ്ടുപേരും പൊറോട്ടയും പിന്നെ ഒരു ചാറൊക്കെ കൂട്ടി നല്ല ചൂട് പൊറോട്ടയ്ക്കായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞാൻ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചു. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബിരിയാണി ആയിരുന്നു. പിന്നെ അവിടുത്തെ പെപ്പർ ഫ്രൈ ചിക്കനും അടിപൊളിയായിരുന്നു. അങ്ങനെ നല്ലൊരു ബിരിയാണി, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എനിക്ക് ഊട്ടി പോയപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു നമ്മുടെ ഇവിടെ നിന്നും കഴിക്കുന്നതിൻ്റെ വേറൊരു ടേസ്റ്റ്, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. നല്ല ചിക്കനൊക്കെ അടിപൊളി സോഫ്റ്റ് ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. തണുപ്പത്ത് ഇങ്ങനെ ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് രസമാണെന്നറിയോ. അതുപോലെ ആ പെപ്പർ ചിക്കനും പിന്നെ ബിരിയാണിയും കാലൊക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി എനിക്ക് കാലിന് അത്ര പ്രിയമില്ല, എനിക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളാണ് ഇഷ്ടം. അപ്പം അങ്ങനെ അതൊക്കെ കൂട്ടി അടിപൊളി ഡിന്നറായിരുന്നു. ഒരു 200 രൂപയാണ് ഈ ഒരു പ്ലേറ്റ് ബിരിയാണിക്ക്. പെപ്പർ ചിക്കൻ ഫ്രൈക്ക് 140, അതാണ് റേറ്റ് വന്നിട്ട്. അപ്പോൾ നോർമൽ ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. വലിയ ഓവർ ഹൈപ്ഡ് ആക്കാനുള്ള ഭയങ്കര അങ്ങനെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഏവറേജിനേക്കാളും ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ബിരിയാണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതാണ് നമ്മുടെ ഇമ്രാൻ ബിരിയാണി കട. ആൻഡ് ദ ഫൈനൽ ഡേ ഇൻ കൊടൈക്കനാൽ. ഞങ്ങൾ പതിവ് പോലെ വീണ്ടും ഇഡലി സാമ്പാറും കഴിച്ചു. വെളുപ്പിനെ ഇറങ്ങി. ബ്രയൻ പാർക്ക് നമ്മുടെ ആ ഒരു ടൂറിലില്ലായിരുന്നുകൊണ്ട് തന്നെ, നമുക്ക് അടുത്തായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി. ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് മുന്നേ ബ്രയൻ പാർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അവിടെ പോയി. ആരും കയറുണ്ടായിരുന്നില്ല, ഞങ്ങളായിരുന്നു ആദ്യത്തെ ടൂറിസ്റ്റുകൾ എന്ന് തോന്നുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് കയറി. അവിടെ അത്യാവശ്യം വലിയൊരു ഗാർഡൻ ആണത്. നമ്മൾ ഊട്ടിയിലൊക്കെ ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെ തന്നെ ഒരു വലിയൊരു ഗാർഡൻ ആയിരുന്നു. നമ്മുടെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ പൂക്കളൊന്നും റോസൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഗാർഡനൊക്കെ ചുറ്റി നടന്ന് കണ്ട് നമ്മുടെ ടൈമൊക്കെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം അവിടെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നടന്നു. ലാസ്റ്റ് സ്പോട്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇനി നേരെ പോവാനായിട്ടാണ് നോക്കുന്നത്. സോ അവിടെ നിന്ന് വേഗം ഇറങ്ങി ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ബസ്സും കാത്തിരിക്കുകയാണ്. 12 മണിക്കുള്ള ബസ്സിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 രൂപ കൊടുത്ത് റിസർവേഷൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് സീറ്റും ബുക്ക് ചെയ്ത് നമ്മൾ വെയിറ്റിംഗിൽ ഇരിക്കുവാണ്. ഒരു 3-3.5 മണിക്കൂറിന് ശേഷം നമ്മൾ പഴനി ബസ് സ്റ്റാൻഡിലോട്ട് എത്തും. തിരിച്ച് നമ്മൾ അമൃത എക്സ്പ്രസ്സിന് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റിട്ടേൺ. അപ്പോൾ അതൊരു 6:05 പഴനിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ അവിടെ എത്തും. സോ ഇറ്റ് വാസ് എ മെമ്മറബിൾ ജേർണി ടു അസ്. കൊടൈക്കനാലിൽ ആദ്യമായിട്ട് പോയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.